നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയിരിക്കുന്നു ഡൽഹി ജനത. 5 മണിവരെ 57.78% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്ന ഔദ്യോഗിക കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. അല്പസമയത്തിനകം പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത വരും എന്നാണ് നമ്മൾ കരുതുന്നത്. ഒപ്പം തന്നെ രാജ്യം കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം അറിയാനാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നു. വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതോടുകൂടി തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് മുന്നണികൾ കടക്കുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാം, ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന ഇടമാണ്. ആം ആദ്മി പാർട്ടി വീണ്ടും ഭരണത്തിലേക്ക് എത്തുമോ, അതോ BJPയുടെ ഭാഗത്ത് നിന്ന് ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കുന്ന നിർണായകമായ ഒരു ഫലം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ രാജ്യം ഉറ്റുനോക്കുകയാണ്. 70 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 70 സീറ്റുകളിലേക്കെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം. രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലമാണ്, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതും രാജ്യം കാത്തിരിക്കുകയാണ്. വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാത്തിരിക്കുകയാണ് രാജ്യം. സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ വിജയകുമാർ? റിജിത്ത്, ആദ്യ എന്താണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ ഇപ്പോൾ മെട്രിസെ ABPക്ക് വേണ്ടിയാണ്. മെട്രിസെ ABP സർവേയുടെ സൂചനയാണ് വന്നിരിക്കുന്നത്. അതിൽ BJPക്ക് നേരിയ മുൻതൂക്കമാണ് അവർ കൽപ്പിക്കുന്നത്. BJPക്ക് ഏതാണ്ട് 35 മുതൽ 40 സീറ്റ് വരെ കിട്ടാം എന്നാണ് മെട്രിസെ പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെയും കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെയും എന്നതാണ് മെട്രിസയുടെ ആദ്യ എക്സിറ്റ് പോൾ കണക്കതാണ്. അതായത് BJP അതിശക്തമായ തിരിച്ചുവരവോടെ നടത്തുന്നു എന്നതാണ് മെട്രിസെ പറയുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 8 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യമല്ല എന്നതാണ് ഇതുവരെ വന്ന ചില അഭിപ്രായ സർവേകൾ, തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന അഭിപ്രായ സർവേകൾ, പ്രീ പോൾ സർവേ വ്യക്തമാക്കിയത്. ഏതാണ്ട് അതിന് സമാനമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആദ്യ ഫലവും വരുന്നത്. മെട്രിസെ പറയുന്നത് BJP 35 മുതൽ 40 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊട്ടു പിന്നാൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നതാണ്. 32 മുതൽ 37 വരെ ആം ആദ്മി പാർട്ടി നേടി അവർക്കും അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കോൺഗ്രസിന് വേണമെങ്കിൽ 1 സീറ്റ് വരെ ലഭിക്കാം എന്ന് പറയുന്നു. 1 സീറ്റ് കിട്ടിയാൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നേട്ടം എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നടക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. BJP ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന് പറയാം. ആ നിലയിലുള്ള കണക്കാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ ഏതാണ്ട് 60-62% വരെ വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നതാണ്. ഫൈനൽ കണക്ക് വന്നിട്ടില്ല, ഫൈനൽ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കഴിഞ്ഞ തവണ ഏതാണ്ട് 63% വോട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണയും അതിന് സമാനമാണ്, ഏതാണ്ട് അത്രയും ടേൺ ഔട്ട് ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്, പക്ഷേ ഫലസൂചനകളിലേക്ക് വരുമ്പോൾ അവിടെ BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന സൂചനയാണ്. ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇതുവരെ പുറത്തു വന്നത്, അത് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. അവിടെ P മാർക്ക് പറയുന്നതും അത് തന്നെയാണ്. BJP 39-49, BJP കേവല ഭൂരിപക്ഷം നേടും എന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 പോകും എന്ന് പറയുന്നു. കോൺഗ്രസിന് മറ്റുള്ളവർക്കും സീറ്റില്ല. അതായത് BJPയുടെ ഒരു വലിയ മുന്നേറ്റമാണ് P മാർക്ക് പറയുന്നത്. റിപ്പബ്ലിക് TVക്ക് വേണ്ടിയാണ് റിപ്പബ്ലിക് P മാർക്ക് എക്സിറ്റ് പോൾ. അത് 39 മുതൽ 49 വരെ, 39-49, അതാണ് P മാർക്കിന്റെ എക്സിറ്റ് പോൾ കണക്ക് പറയുന്നത്. 39-49, അത് ഏതാണ്ട് ഒരു വലിയ മുന്നേറ്റമാണ് BJPക്ക് അവിടെ P മാർക്ക് പ്രവചിക്കുന്നത്. 45%, 45% വോട്ടോടെ അവിടെ BJP അത്രയും വോട്ടുകൾ അവിടെ നേടുമെന്നതാണ് P മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അവിടെ ആം ആദ്മി പാർട്ടി 42% വോട്ടായി ചുരുങ്ങും. ഏതാണ്ട് 50-55%, 60% വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടിയതാണ് ആം ആദ്മി പാർട്ടി. വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാകുമെന്നതാണ് ആ സർവേ വ്യക്തമാക്കുന്നത്. അവിടെ 37 മുതൽ 43% വരെ വോട്ടോടെ BJP അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. അവിടെ ആ സർവേ പറയുന്നത് ടൈംസ് നൗവിന്റെ പോൾ ഓഫ് പോൾ ആണ്. അവിടെ ആം ആദ്മി പാർട്ടി 27 മുതൽ 34 അവർ ചുരുങ്ങും എന്ന് പറയുന്നു. അതായത് ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ ആകെ വ്യക്തമാക്കുന്നത് BJPയുടെ തിരിച്ചുവരവ് ഡൽഹിയിൽ ഉണ്ടാകുമെന്നതാണ്. ഓർക്കണം, ഇത് എക്സിറ്റ് പോളുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പാളിയതാണ്, ഹരിയാനയിൽ അമ്പെ പാളിയതാണ്, മഹാരാഷ്ട്രയിൽ പാളിയതാണ്. അപ്പോൾ അതിനു മുമ്പ് നടന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഒക്കെ ആ എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ട ചരിത്രമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വോട്ടെടുപ്പ് ദിവസത്തെ ഒരു കൗതുകം എന്ന നിലയിൽ മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനെ കാണുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ.